आज हम ഭീഷ്മസാഹിനി का नाटक माधवी के बारे में पढ़ेंगे। क्वेश्चन ആണ് नाटक के तत्वों के आधार पर माधवी की समीक्षा कीजिए। നാടകത്തിൻ്റെ തത്വങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാധവി എന്ന നാടകത്തിൻ്റെ നിരൂപണം തയ്യാറാക്കുക. ഫസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതേണ്ടുന്നത് നാടകക്കാർക്ക് പരിചയം, നാടകക്കാരനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് പാരഗ്രാഫിൽ നാടകത്തിൻ്റെ തത്വങ്ങൾ എന്താണെന്ന് എഴുതുക. അതിനുശേഷം നാടകത്തിൻ്റെ തത്വങ്ങൾ എത്രമാത്രം ഈ നാടകത്തിൽ പാലിച്ചിരിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു വിശകലനം ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫാണ് भीष्मसाहिनी आधुनिक हिंदी साहित्य के नाटककार, उपन्यासकार, कहानीकार आदि सभी रूपों में प्रसिद्ध हैं. ഭീഷ്മസാഹിനി ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭീഷ്മസാഹിനി എന്ന് വെച്ചാൽ ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ നാടകക്കാരാണ്, പ്രധാനപ്പെട്ട ഒരു നാടകക്കാർ എന്നറിയപ്പെടുന്നു. അതുപോലെ ഉപന്യാസക്കാരാണ്, ഉപന്യാസക്കാർ എന്ന് പറഞ്ഞാൽ നോവലിസ്റ്റ്, കഹാനിക്കാർ എന്ന് പറഞ്ഞാൽ സ്റ്റോറി റൈറ്റർ. അപ്പോൾ ഇങ്ങനെ എല്ലാ രൂപത്തിലും എല്ലാ തരത്തിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഭീഷ്മസാഹിനി. ഉൻകാ സബ്സെ പ്രമുഖ നാടക ഹേ മാധവി. അവരുടെ ഏറ്റവും പ്രമുഖമായ പ്രധാനപ്പെട്ട നാടകമാണ് മാധവി. ഈ മഹാഭാരത കഥാ പർ ആധാരിത ഹേ. ഇത് മഹാഭാരത കഥയെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനമാക്കി ഉള്ളതാണ് ഈ നാടകം. ഈ 1984 को प्रगति मैदान के मंच पर M.K. रैना के निर्देशन में प्रदर्शन किया गया है. ഈ നാടകം 1984 പ്രഗതി മൈതാനത്തിലെ സ്റ്റേജിൽ M.K. റൈന എന്ന വ്യക്തിയുടെ നിർദ്ദേശൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ. അപ്പോൾ M.K. റൈനയുടെ നിർദ്ദേശനത്തിൽ ഡയറക്ഷനിൽ പ്രദർശൻ കിയാ ഗയാ ഹെ, പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതേണ്ടുന്നതാണ് നാടകത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പം നാടകಕ್ಕೆ 6 तत्व होते हैं. एक है कथावस्तु, दूसरा है पात्र या चरित्र चित्रण, तीसरा है संवाद या कथोपकथन, चौथा है देशकाल या वातावरण, पांचवा है भाषा शैली और छठा है उद्देश्य. इन तत्वों का पालन माधवी नामक नाटक में किस प्रकार हुआ है यह हमें देखना है. ഈ തത്വങ്ങളെ മാധവി എന്ന നാടകത്തിൽ എത്രമാത്രം പാലിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കേണ്ടുന്നതാണ്. ഇനി ഇതിനെ ഓരോന്നിനെ കുറിച്ചിട്ടുമാണ് അടുത്ത് പറയുന്നത്. കഥാവസ്തു. ഇസ് നാടക की കഥാവസ്തു മഹാഭാരത കഥാ കാ പുനരാവിഷ്കരൺ ഹേ. ഈ നാടകത്തിൻ്റെ കഥാവസ്തു എന്നത് മഹാഭാരത കഥയുടെ ഒരു പുനരാവിഷ്കരണമാണ്. इसके लिए नाटककार ने आधुनिक समाज की नई जीवन दृष्टि को जोड़ दिया है. ഇതിനു വേണ്ടി നാടകകാരൻ, അതായത് ഭീഷ്മസാഹിനി എന്ന് പറഞ്ഞ ഡ്രാമാറ്റിസ്റ്റ്, ആധുനിക സമൂഹത്തിലെ, ഇന്നത്തെ പുതിയ സമൂഹത്തിലെ ജീവിത വീക്ഷണത്തേക്കും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുകയാണ്. അതായത് മഹാഭാരത കഥയെ പുതിയ കാഴ്ചപ്പാടിലൂടെ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഋഷി വിശ്വാമിത്ര കാ ശിഷ്യ ഹേ ഗാലവ്. ഋഷി വിശ്വാമിത്രൻ്റെ ശിഷ്യനാണ് ഗാലവ്. वो 12 वर्ष तक विश्वामित्र के आश्रम में रहकर 12 विद्याओं में पारंगत हो गया. वो 12 वर्ष तक 12 വർഷം വരെ വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ താമസിച്ചിട്ട് 12 വിദ്യകളിലും നിപുണനായി തീർന്നു. वो कर्तव्यपरायण एवं हठी है. ഗാലവ് എന്നുള്ള വ്യക്തി കർത്തവ്യപരായൺ എന്ന് പറഞ്ഞാൽ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവനും, അതുപോലെ തന്നെ ഹഠി എന്ന് പറഞ്ഞാൽ വാശിക്കാരൻ. അപ്പോൾ അങ്ങനെ വാശിക്കാരനും കൂടിയാണ്. ഇസ്ലിയെ ഗുരു കോ ഗുരുദക്ഷിണ ദേന ശിഷ്യക കർത്തവ്യ സമജിതാഹ്യം. അതുകൊണ്ട് തന്നെ ഗുരുവിന് ഗുരുദക്ഷിണ നൽകുക എന്നത് ശിഷ്യൻ്റെ കർത്തവ്യമായി കരുതിയിരുന്നു. ഗുരു വിശ്വാമിത്ര ഗുരുദക്ഷിണ സ്വീകാർ നഹിം കർത്തവ്യം. ഗുരുവായ വിശ്വാമിത്രൻ ഗുരുദക്ഷിണ സ്വീകരിക്കുകയില്ല. शिष्य गालव का हड देखकर गुरु क्रुद्ध होते हैं और 800 अश्वमेधी घोड़े गुरुदक्षिणा के रूप में मांगते हैं. ശിഷ്യ ഗാലവിൻ്റെ വാശി കണ്ടിട്ട് ഗുരു ക്രുദ്ധ ഹോത്തെ. ക്രുദ്ധ ഹോന എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുക. ഗുരുവിന് ദേഷ്യം പിടിക്കുകയും എന്നിട്ട് 800 അശ്വമേധി ഘോഡെ. അശ്വമേധി ഘോഡ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കുതിരയാണ്. അത് അശ്വമേധ യാഗത്തിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ സൈന്യത്തിൻ്റെ ശക്തമായ രാജാക്കന്മാരുടെ, വീരശൂര പരാക്രമമായ രാജാക്കന്മാരുടെ അടുത്താണ് ഈ അശ്വമേധി ഘോഡ ഉണ്ടാവുക. അതിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ ഇത്
നമ്മുടെ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. 800 അശ്വമേധി ഘോഡെ ഗുരുദക്ഷിണാക്കെ രൂപമേ മാംഗത്തെ ഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിഷ്യനോട് 800 അശ്വമേധി ഘോഡേനെയാണ്, ഹോസിനെയാണ് ഗുരുദക്ഷിണയായിട്ട് ആവശ്യപ്പെടുന്നത്. ഗാലവ് ഘോഡോം കി ഖോജ് കർത്താരഹ. ഗാലവ് അതിനുശേഷം കുതിരകളെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. കഹീം സേ ബി ഘോഡെ നെഹി മിലെ. എവിടുന്ന് തന്നെ ഘോഡയെ കിട്ടിയില്ല. ഗുരു കെ സാമനെ പരാജിത് ഹോക്കർ ക്ഷമാ മാംഗിനെ കെ ലിയെ ലൗട്ട് നെഹിം ജായേഗ. ഗുരുവിൻ്റെ മുമ്പാകെ പരാജിതനായിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഗുരു തിരിച്ചു പോവുകയേ ഇല്ല. इसलिए ആത്മഹത്യ करने के लिए ഗംഗാ നദി കെ കിനാരെ പहुंच गया. അതുകൊണ്ട് ഗാലവ് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഗംഗാ നദിയുടെ തീരത്ത് എത്തി. അവർ വിഷ്ണു ഭഗവാൻ കാ സ്മരൺ കിയ. എന്നിട്ട് അവിടെ നിന്നിട്ട് വിഷ്ണു ഭഗവാനെ സ്മരിച്ചു. देवलोक से विष्णु भगवान ने अपने दिव्य चक्षु से ये देखा और अपने वाहन गरुड़ को तेजी से पृथ्वी पर भेज दिया. ദേവലോകത്തിൽ നിന്നും വിഷ്ണു ഭഗവാൻ തൻ്റെ ദിവ്യ ചക്ഷുസെ, ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ്, അപ്പം ദിവ്യദൃഷ്ടിയിലൂടെ ഇത് കാണുകയും തൻ്റെ വാഹനമായ ഗരുഡനെ എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. ഗരുഡിനെ ഗാലവ് കോ സമജ്ജായാക്കി യയാതി നാമക് ഏക് ദാനവീർ ഹെ. ഗരുഡ് ഗാലവിനെ മനസ്സിലാക്കിച്ചു. എന്തെന്നാൽ യയാതി എന്ന് പറഞ്ഞ ഒരു ദാനവീരൻ ഉണ്ട്. വേ രാജപാട്ട് ത്യാഗ് കർ അബ് ആശ്രമവാസി ഹോ ഗേഹിം. അവരാണെങ്കിൽ രാജപാട്ട്, രാജ്യകാര്യങ്ങളൊക്കെ രാജ്യാധികാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് ഇപ്പോൾ ആശ്രമവാസിയായിരിക്കുകയാണ്. ഉൻകെ പാസ് ജാനേസെ കോയി ഉപായ ഹോഗ. അവരുടെ അടുത്ത് പോയാൽ എന്തെങ്കിലും ഉപായം പറഞ്ഞു തരും. गरुड़ की इन बातों को सुनकर ഗാലവ് യയാതി കെ ആശ്രമമേ പഹുഞ്ച് ജാത്താ ഹെ. ഗരുഡിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഗാലവ് യയാതിയുടെ ആശ്രമത്തിൽ എത്തുന്നു. ययाति अपने आश्रम में सहायता या दान मांगते हुए आने वाले अभ्यर्थी को खाली हाथ नहीं लौटाएंगे. യയാതി തൻ്റെ ആശ്രമത്തിൽ സഹായം ചോദിച്ചുകൊണ്ട് അല്ലെ ദാനം ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നതായ അഭ്യർത്ഥിയെ ഖാലി ഹാത്തായിട്ട് വെറും കൈയോടെ തിരിച്ചയക്കുകയില്ല. ഉൻകെ പാസ് ദാൻ ദേനെ കെ ലിയെ കുച്ച് ഭീ നഹീം ഹെ. ഇപ്പോൾ ആശ്രമവാസിയാണ്, അതുകൊണ്ട് തന്നെ ദാനം നൽകുവാൻ വേണ്ടി യയാതിയുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. इसलिए ഗുരു സേ ക്ഷമായാചന കർണേ കാ ഉപദേശ് ദേത്തെ ഹം. അതുകൊണ്ട് ഗുരുവിനോട്, ഗുരുവായ വിശ്വാമിത്രനോട് ക്ഷമായാചന നടത്തുവാനുള്ള ഒരു ഉപദേശം കൊടുത്തു. ലേക്കിൻ ഹഠി ഗാലവ് കബി പരാജയ് സ്വീകാർ നഹിം കർത്ത. എങ്കിലും വാശിക്കാരനായ ഗാലവ് ഒരിക്കലും പരാജയം സ്വീകരിക്കുകയില്ല. इसलिए अंत में दानी ययाति अपनी एकमात्र पुत्री माधवी को दान देते हैं. അതുകൊണ്ട് അവസാനം ദാനിയായ യയാതി തൻ്റെ ഏകമാത്ര പുത്രിയെ, ഒരേയൊരു പുത്രിയായ മാധവിയെ ദാനം നൽകുന്നു. उसके ज़रिए 800 अश्वमेधी घोड़े जुटाकर गुरुदक्षिणा देकर ऋणमुक्त हो जाने को कहते हैं. उसके ज़रिए അവളിലൂടെ 800 അശ്വമേധി ഹോസിനെ കളക്ട് ചെയ്തിട്ട്, ജുട്ടാന എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്തിട്ട് ഗുരുദക്ഷിണായി നൽകിയിട്ട് ഋണമുക്തനാകാൻ പറഞ്ഞു. വചൻബദ് ഗാലോ മാധവി കോ സാത്ത് ലേക്കർ ഘോഡോം കി ഖോജ് കർത്തേ ഹുए ഘൂംതാ ഫിർതാ രഹാ. വാക്ക് പാലിക്കുന്നതിൽ കടപ്പെട്ടിട്ടുള്ളതായ ഗാലവ് മാധവിയെ കൂടെ കൂട്ടിയിട്ട് കുതിരകളെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക ആയിരുന്നു. उत्तराखंड के अयोध्या नरेश हरीश के पास 200 अश्वमेधी घोड़े हैं. इसलिए गालव और माधवी हरीश के दरबार में पहुँचे. ഉത്തരാഖണ്ഡിലുള്ള അയോധ്യ നരേശിന് ആയ ഹരീഷിൻ്റെ അടുത്ത് 200 അശ്വമേധി ഘോടകൾ ഉണ്ട്. അതുകൊണ്ട് ഗാലവും മാധവിയും ഹരീഷിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. गालविने हरीश से बताया कि माधवी चक्रवर्ती राजा को जन्म देगी. ഗാലവ് ഹരീഷിനോട് പറഞ്ഞു, മാധവി ചക്രവർത്തി രാജാവിന് ജന്മം നൽകുന്നത് ആണ്. അവളുടെ ഒരു പ്രത്യേകതയാണ്, അവൾക്ക് ഇങ്ങനെ ഒരു ജ്യോതിഷിമാർ പ്രവചനം ചെയ്തിട്ടുണ്ട്.
രാജാ ഹരിയശ്ചി കഹിനെ മാത്രസേ വിശ്വാസ് നഹീം കർത്തെ. രാജാ ഹരിയശ്ചി ഇങ്ങനെ പറയുന്നത് കേട്ടതിൽ വിശ്വസിക്കുന്ന ആളല്ല. വേ രാജജ്യോതിഷി കോ ബുലാത്തെ ഹെ और മാധവി के ലക്ഷൺ ജാഞ്ച് करने की ആജ്ഞ देते हैं. അതുകൊണ്ട് പറഞ്ഞ മാത്രയിൽ വിശ്വസിക്കാതെ അവർ രാജജ്യോതിഷിയെ വിളിപ്പിക്കുകയും മാധവിയുടെ ലക്ഷണങ്ങൾ പരിശോധിക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. രാജജ്യോതിഷി യുവതി കെ ലക്ഷണവും കാ സൂക്ഷ്മ നിരീക്ഷൺ करते हैं. രാജജ്യോതിഷി യുവതിയുടെ ലക്ഷണങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. गालव की बातें सच निकलने पर हरीश जी माधवी को अपने निवास में ले जाने को 2.5 माह से कहते हैं. ഗാലുവിൻ്റെ വാക്കുകൾ സത്യമാണെന്ന് മനസ്സിലായപ്പോൾ ഹരീഷ് ജി മാധവിയെ തൻ്റെ രേനിവാസ് എന്ന് പറഞ്ഞ അന്തഃപുരം, തൻ്റെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി വളർത്തമ്മയോട് പറയുന്നു. 2.5 माह से कहते हैं. पुत्रलाभ होने पर 200 घोड़े सौंप देने की शर्त से गालव तृप्त नहीं होता. പുത്രലാഭം ഉണ്ടായാൽ, പുത്രനെ ലഭിച്ചു കഴിഞ്ഞാൽ, പുത്രന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ 200 കുതിരകളെ ഏൽപ്പിക്കുക എന്നതിന് എങ്ങനെയുള്ള ഒരു ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ, നിബന്ധന. ഈ നിബന്ധന കൊണ്ട് ഗാലവ് തൃപ്തനായില്ല. സിർഫ് 200 घोड़ों के लिए മാധവി को देना वो चाहता नहीं. വെറും 200 കുതിരകൾക്ക് വേണ്ടി മാധവിയെ കൊടുക്കുക എന്നത് ഗാലവ് ഇഷ്ടപ്പെട്ടില്ല. ദോനോം ദർബാർ സെ നിക്കൽത്തെ ഹും. അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരും ദർബാറിൽ നിന്നും, കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങുന്നു. തബ് ഹരീഷ് ने बताया कि പുത്രലാഭ होने पर മാധവി को ദർബാർ സെ മുക്ത് കർ ദേംഗെ. അപ്പോൾ ഹരീഷ് പറയുകയാണ്, പുത്രലാഭമുണ്ടായാൽ, പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ മാധവിയെ ദർബാറിൽ നിന്നും, തൻ്റെ കൊട്ടാരത്തിൽ നിന്നും മുക്തനാക്കാം, സ്വതന്ത്രയാക്കാം എന്ന് ഹരീഷ് പറഞ്ഞു. മാധവി ഇസസേ തൃപ്തി ഹോത്തി ഹെ. അപ്പോൾ മാധവി ഈ വാക്കുകൾ കേട്ടിട്ട് തൃപ്തിയാകുന്നു. വ ഏക് വർഷ കെ ബാദ് ഏക് പുത്ര കോ ജന്മ ദേത്തി ഹെ. ഒരു വർഷത്തിന് ശേഷം അവൾ ഒരു പുത്രന് ജന്മം നൽകുന്നു. ഉസ്കാ നാം ഹെ വസുമന. അവൻ്റെ പേരാണ് വസുമന. മാധവി അപ്പിനെ ബച്ചെ കോ 2.5 माह के हाथों में सौंप कर രാജമഹൽ സെ നിക്കൽത്തി ഹെ. മാധവി തൻ്റെ കുട്ടിയെ 2.5 माह കൈകളിൽ ഏൽപ്പിച്ചിട്ട്, സൗംപിന എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക, സൗംപുക്കർ രാജമഹൽ സെ നിക്കൽത്തി ഹെ. ആ രാജകൊട്ടാരത്തിൽ നിന്നും അവൾ ഇറങ്ങുന്നു. യഹാം ബച്ചെ കെ പ്രതി മാം കാ അപരിമിത സ്നേഹ് ദേഖനെ കോ മിൽത്താ ഹെ. ഈ ഭാഗത്ത് നമുക്ക് കുട്ടിയോടുള്ള അമ്മയുടെ സ്നേഹം, അപരിമിതമായ സ്നേഹം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഹരീഷ് से मिले 200 घोड़ों को गालव വിശ്വാമിത്ര के ആശ്രമ में भेजता है. ഹരീഷിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചതായ 200 കുതിരകളെ ഗാലവ് വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്ക് അയക്കുന്നു. उसके बाद काशी नरेश दिवोदास के राजमहल में दोनों पहुँचते हैं जिन्हें 200 अश्वमेधी घोड़े हैं. അപ്പോൾ ഹരീഷിൻ്റെ അടുത്ത് നിന്നും ഇറങ്ങിയതിന് ശേഷം കാശി നരേശായ ദിവോദാസിൻ്റെ രാജകൊട്ടാരത്തിൽ രണ്ടുപേരും എത്തുന്നു. ആ രാജാവിന് 200 അശ്വമേധി ഘോഡ ഉണ്ട്. ദിവോദാസ് देखने में दुबला पतला है लेकिन उन्हें बड़ी बड़ी मूंछें हैं. ഇനി എപ്പിയറൻസിൽ എങ്ങനെയൊക്കെയാണ് ദിവോദാസ് എന്നതാണ് പറയുന്നത്. ദിവോദാസ് കാണുമ്പോൾ വളരെ മെലിഞ്ഞിട്ടുള്ള ആളാണ്. ദുബല പത്തല എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ. ലേക്കിൻ ഉനെ ബഡി ബഡി മൂഞ്ചേ ഹേ. എങ്കിലും മെലിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ രാജാവിന് വലിയ വലിയ മീശകളുണ്ട്. മൂഞ്ച് എന്ന് പറഞ്ഞാൽ മുസ്റ്റാഷ്, മീശയുണ്ട്. വേ അപ്പിനേക്കോ ശൂർവീർ സമജ്തേഹം. രാജാവ് തന്നെ ശൂരവീരനായ രാജാവായിട്ടാണ്, പരാക്രമിയായ ഒരു രാജാവായിട്ടാണ് കരുതുന്നത്. വേ ബഡേ കാമലോലുപ് ഹേം. അതുകൂടാതെ ദിവോദാസ് വളരെ വലിയ ഒരു കാമലോലുപൻ കൂടിയാണ്. ഉൻകെ 35 റാണിയാം ഹെ और 17 പുത്രിയാം ഹെ ലേക്കിൻ ഏക് ബി പുത്ര നഹിം ഹുവാ. അവർക്ക്, ആ രാജാവിന് 35 റാണിമാരും 17 പുത്രിമാരും ഉണ്ട്. പക്ഷെങ്കിൽ ഒരു പുത്രൻ പോലും ഇല്ല. മാധവിക്കോ അന്തപുരമേ ലേ ജാത്തി ഹെ. മാധവിയെ തൻ്റെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ദിവോദാസ് അവർ മാധവി കാ പുത്ര ഹെ പ്രതർധൻ. ദിവോദാസിന് മാധവിയിൽ ഉണ്ടായ പുത്രനാണ് പ്രതർധൻ. പുത്രലാഭ് ഹോനെ പർ വഹാം സെ 200 അശ്വമേധി ഘോഡെ മിൽത്തെ ഹെ. പുത്രലാഭമുണ്ടായപ്പോൾ ആ രാജാവിൻ്റെ അടുത്തും ദിവോദാസിൻ്റെ അടുത്തു നിന്നും 200 അശ്വമേധി ഘോഡകളെ കിട്ടുന്നു.
മാധവി അന്തപുർ സെ നിക്കൽത്തി ഹെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുത്രലാഭം ഉണ്ടായതിനു ശേഷം പുത്രനെ അവിടെ കൊടുത്തിട്ട് മാധവി അന്തപുരത്തിൽ നിന്നും ഇറങ്ങുന്നു. गालव और माधवी भड़के हुए भोजनगर के वृद्ध राजा उशीनर के राजमहल में पहुंचती हैं. അപ്പോൾ 2 രാജാക്കന്മാരെടുക്കു നിന്നും കുട്ടികൾക്ക് ജന്മം നൽകുന്നു, ഓരോ കുഞ്ഞിന് ജന്മം നൽകുന്നു, അവിടെ നിന്നും ഇറങ്ങുന്നു. അടുത്തത് എവിടെ എത്തുകയാണ്? ഗാലവും മാധവിയും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ട് ഭോജനഗറിലുള്ള വൃദ്ധ രാജാവായ ഉശീനറിൻ്റെ രാജകൊട്ടാരത്തിൽ എത്തുന്നു. വഹാം സെ മാധവി ഏക് പുത്രക്കോ ജന്മ ദേത്തി ഹെ. അവിടെ നിന്നും മാധവി ഒരു പുത്രന് ജന്മം നൽകുന്നു. ഉശീനർക്കോ പുത്രലാഭ് ഹുവ. ഉശീനറിന് അങ്ങനെ വൃദ്ധനായ ഉശീനറിന് ഒരു പുത്രലാഭം ഉണ്ടായി, പുത്രൻ ജനിച്ചു. പുത്രക്കാ നാം ഹെ ശിവി. പുത്രൻ്റെ പേരാണ് ശിവി. गालव वहां से 200 अश्वमेधी घोड़ों को पाकर വിശ്വാമിത്ര को भेज देता है. ഗാലവ് അവിടെ നിന്നും 200 അശ്വമേധി ഘോടകളെ നേടുകയും വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇസ് പ്രകാർ കുൽ 600 അശ്വമേധി ഘോടെ ഗുരുദക്ഷിണ കെ രൂപമേ ദിയെ. ഇങ്ങനെ 600 കുതിരകൾ, ടോട്ടൽ എല്ലാം കൂടി 600 അശ്വമേധി ഘോടേനെ ഗുരുദക്ഷിണയായിട്ട് അവിടെ എത്തിക്കുന്നു. ബാക്കി 200 घोड़े कहीं भी नहीं है क्योंकि गांधी महाराज ने ब्राह्मणों को 1000 अश्वमेधी घोड़े दान दिए थे. ബാക്കിയുള്ള 200 കുതിരകളെ എങ്ങും കിട്ടാനില്ല. എന്തുകൊണ്ടെന്നാൽ ഗാന്ധി മഹാരാജ് ബ്രാഹ്മണന്മാർക്ക് 1000 അശ്വമേധി ഘോടകളെയാണ് ദാനമായി നൽകിയിരുന്നത്. ഇൻമേം 3 രാജാവും ने 200 घोड़ों को खरीद लिया था. അപ്പോൾ ഈ 1000-ൽ നിന്നും 3 രാജാക്കന്മാർ 200 കുതിരകളായിട്ട് വാങ്ങിച്ചു. ബാക്കി घोड़े वितस्ता नदी पार करके विश्वामित्र के आश्रम में ले जाते समय बाढ़ में डूब गए. ബാക്കിയുള്ള 400 അശ്വമേധി ഘോട ഉണ്ടായിരുന്നു. അതിനെ വിതസ്ത നദി കടന്നിട്ട് വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ബാഡ് ഉണ്ടായി. ബാഡ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ബച്ചേ കുച്ചേ ഘോടോം കോ വിശ്വാമിത്ര കെ ആശ്രമമേ പഹുഞ്ചായാത്ത. ഇനി അതിൽ നിന്നും രക്ഷപ്പെട്ട് ബാക്കിയായ കുതിരകൾ വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ എത്തിച്ചിരുന്നു. ഇസ്ലേ ആർ കഹീം ഘോടേ നഹീം ഹെ. അതുകൊണ്ട് മറ്റെങ്ങ് എവിടെ നോക്കിക്കഴിഞ്ഞാലും കുതിരകൾ കിട്ടാനില്ല. വിശ്വാമിത്രനെ സോച്ചാക്കി ഋണമുക്തി കി യാചന കർത്തേ ഹുവേ ഗാലവ് ആയേഗ ലേക്കിൻ വഹ് നഹീം ആയ. വിശ്വാമിത്രൻ വിചാരിച്ചു ഋണമുക്തിക്ക് യാചന കർത്തേ, ഋണമുക്തിക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഗാലവ് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. शेष घोड़े उपलब्ध न होने पर माधवी गालव से कुछ भी कहे बिना एक दिन गायब हो जाती है. ബാക്കിയുള്ള കുതിരകൾ ഉപലബ്ധ ഹോന എന്ന് പറഞ്ഞാൽ ലഭിക്കുക, കിട്ടുക. അപ്പം ബാക്കിയുള്ള കുതിരകളെ കിട്ടാത്തതുകൊണ്ട് മാധവി ഗാലവിൻ്റെ അടുത്ത് നിന്നും ഒന്നും പറയാതെ ഒരു ദിവസം അവിടെ നിന്നും പോകുന്നു, രക്ഷപ്പെടുന്നു, അപ്രത്യക്ഷയാകുക. ഗായബ് ഹോന എന്നൊരു വേർഡ് മീനിങ് അപ്രത്യക്ഷയാകുക. മാധവി കെ മൻമേ ഗാലവ് കെ പ്രതി സ്നേഹ ഹെ. മാധവിയുടെ മനസ്സിൽ ഗാലവിനോട് സ്നേഹമാണ് ഉള്ളത്. इसलिए वो विश्वामित्र से अपने को स्वीकार करने को कहती है और 200 अश्वमेधी घोड़े मांगती है. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് മാധവി വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ ചെല്ലുന്നു. അപ്പം വിശ്വാമിത്രനോട് തന്നെ സ്വീകരിക്കാൻ പറയുന്നു. അവിടെ നിന്നും 200 അശ്വമേധി ഘോടേനെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മാങ്കിന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. ഇസ് പ്രകാർ 800 അശ്വമേധി ഘോടെ ദേക്കർ ഗാലവ് ഋണമുക്ത ഹോ സഖ്യം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 800 അശ്വമേധി ഘോടകളെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് വിശ്വാമിത്രന് കൊടുത്തിട്ട് ഋണമുക്തനാകാൻ ഗാലവിന് സാധിക്കും. വിശ്വാമിത്ര മാധവി को स्वीकार करते हैं और आश्रम में ले जाते हैं. വിശ്വാമിത്രൻ മാധവിയെ സ്വീകരിക്കുകയും ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. മാധവി ഫിർ സ്വതന്ത്ര ഹോ ജാതി ഹെ. അതിനുശേഷം വീണ്ടും മാധവി സ്വതന്ത്രയാകുന്നു. विजयी गालव का दीक्षांत समारोह और माधवी का स्वयंवर ययाति के आश्रम में एक ही दिन संपन्न हो जाएगा. അപ്പോൾ ഋണമുക്തനായി ഗാലവ് വിജയിച്ചു. അങ്ങനെ വിജയിയായ ഗാലവ് ദീക്ഷാന്ത് സമാരോഹ് എന്ന് പറഞ്ഞാൽ
ഈ പഠനത്തിന് ശേഷം പഠനത്തിൻ്റെ അവസാനം നൽകുന്ന ഒരു ചടങ്ങാണ് സമാരോഹം എന്ന് പറഞ്ഞ ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങും അതുപോലെ തന്നെ മാധവിയുടെ സ്വയംവരം ഇത് രണ്ടും യയാതിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം നടക്കാൻ പോവുകയാണ്. മാധവി കെ പുത്ര സഹിത് രാജ സ്വയംവർ മേം ഭാഗ് ലേത്തെ ഹെ. മാധവിയുടെ പുത്രനെയും കൂട്ടിയിട്ടാണ് രാജാക്കന്മാർ സ്വയംവരത്തിലേക്ക് അവിടെ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഹർ രാജാ കാ विचार है कि माधवी अपने पुत्र को दिख कर उसे वरण करेगी. ഹർ രാജ എന്ന് പറയുന്ന ഓരോ രാജാവിൻ്റെയും വിചാരമാണ് മാധവി തൻ്റെ പുത്രനെ കണ്ടിട്ട് അവരെ വരിക്കും എന്നാണ് രാജാക്കന്മാർ വിചാരിച്ചിരിക്കുന്നത്. മാധവി കോ പട്രാണി ബനാനേക്ക് ഇച്ഛ സഭി കെ മന്മേ ഹെ. മാധവിയെ പട്രാണിയാക്കുവാനല്ല, പട്രാണി എന്ന് പറഞ്ഞാൽ പട്ടമഹിഷി, സമ്രാട്ടിൻ്റെ പത്നിയാണ് പട്ടമഹിഷി. സമ്രാട്ടി എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ പത്നിയാണ് പട്ടമഹിഷി. മാധവിക്കോ പട്രാണി ബനാനേക്ക് ഇച്ഛ സഭീക്കെ മന്മേ ഹെ. മാധവിയെ തൻ്റെ പട്ടമഹിഷിയാക്കുവാനുള്ള ആഗ്രഹം എല്ലാ രാജാക്കന്മാരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഗാലവ് ബി ജൽദി സെ ജൽദി മാധവി സെ മിൽന ചാഹത്താ ഹെ. ഗാലവും എത്രയും പെട്ടെന്ന് മാധവിയെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. ഏക്ക് ഗരീബ് ഹെ. ഗാലവ് ഒരു ഗരീബ് ആണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാണ്. ഇസിലെ മാധവിക്ക് ജീവൻ മേ ബാധ ബനിന നഹിൻ ചാഹത്ത. അതുകൊണ്ട് തന്നെ മാധവിയുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്കി റായ് മേ മാധവി കെ ലിയെ ബഡേ യോഗ്യ വരെ ആയേ ഹിം. അവരുടെ അഭിപ്രായത്തിൽ രായ് എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ, അഭിപ്രായം. അവൻ്റെ അഭിപ്രായത്തിൽ മാധവിക്ക് വളരെ യോഗ്യനായ വരൻ ലഭിക്കും. മാധവി സ്വയം അപ്പിനേക്കോ ശിഥിൽ ശരീരവാലി സമജ്ജത്തി ഹെ. മാധവി തന്നെ ശിഥിൽ ശരീരവാലിയായിട്ടാണ് കരുതുന്നത്. വ അനുഷ്ഠാൻ കർക്കെ ഫിർ ബി യുവതി ബൻ സക്തി ഹെ. അപ്പോൾ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അമ്മയാണ്. അപ്പോൾ അവളുടെ ശരീരം ക്ഷയിച്ചിരിക്കുകയാണ്, ശിഥിലമായിരിക്കുകയാണ്. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു അനുഷ്ഠാനം നടത്തിയിട്ട് അവൾക്ക് വീണ്ടും യൗവനം തിരിച്ചെടുക്കുവാനുള്ള ഒരു കഴിവുണ്ട്. अब वो दिल से युवती नहीं हो सकती. ഇപ്പോഴും അവൾ മനസ്സുകൊണ്ട്, ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് യുവതി ആകാൻ അവൾക്ക് സാധിക്കുകയില്ല. वो केवल बच्चों को जन्म देने वाली और खो देने वाली माम है. അവൾ ഇന്ന് കുട്ടികൾക്ക് ജന്മം നൽകുന്നവളും അതുപോലെ തന്നെ കുട്ടികളെ നഷ്ടപ്പെടുത്തുന്നതുമായ ഒരു അമ്മയാണ്. ഗാലവ് ധർമ്മ അവർ മര്യാദവും കാ ഉല്ലംഘൻ കർണ നഹിൻ ചാഹത്ത. ഗാലവ് ധർമ്മ തൻ്റെ കടമയെയും മര്യാദകളെയും ഉല്ലംഘൻ കർണ എന്ന് പറഞ്ഞാൽ ലംഘിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. इसलिए अपने गुरु के साथ ജീവൻ ബിതാനെ വാലിക്കോ അപ്പിനി പത്നി നഹി മാൻത. അതുകൊണ്ട് തന്നെ മര്യാദകൾ അനുസരിച്ചിട്ട് തൻ്റെ ഗുരുവിനെ ഒരുമിച്ചിട്ട് ജീവിതം കഴിച്ചുകൂട്ടിയ മാധവിയെ തൻ്റെ പത്നിയായിട്ട് അംഗീകരിക്കുകയില്ല. അപ്പോൾ തൻ്റെ കർത്തവ്യം നിറവേറ്റുന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഗാലവ്. അതുകൊണ്ട് ദീക്ഷാന്ത് സമാരോഹ് സമ്പന്ന കരാനെ കെ ലിയെ വിശ്വാമിത്ര പഹുഞ്ചത്തേക്കും. ദീക്ഷാന്ത് സമാരോഹ് നടത്തുവാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രൻ യയാതിയുടെ ആശ്രമത്തിലേക്ക് എത്തുന്നു. യയാദിക്കു ബഡേ ദാൻവീർ ബനിനെ കെ യശ് കെ പീച്ചെ विश्वामित्र की गुरुदक्षिणा की मांग पर अटल रहना है. യയാദിയെ ബഡേ ദാനവീർ ബനിനേക്ക് യശിക്കെ പീച്ചെ. ബഡേ ദാനവീർ ആണ് എന്നാണ് അറിയപ്പെടുന്നത് യയാതി. അപ്പോൾ ആ പ്രശസ്തിയുടെ, യശ് എന്ന് പറഞ്ഞാൽ കീർത്തി, പ്രശസ്തി, ആ പ്രശസ്തിയുടെ പിന്നിലും വിശ്വാമിത്രൻ്റെ ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ അട്ടൽ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന, അപ്പോൾ ആ ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടുകൊണ്ട് 800 അശ്വമേധി കുതിരകളെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാമിത്രൻ ചെയ്തത്. അപ്പോൾ അതിലൂടെയാണ് യയാതി ബഡേ ദാനവീരനായിട്ട് പ്രശസ്തി നേടിയിരിക്കുന്നതും. ഗാലവിക്ക് സഹായത കർണേ കെ ലിയെ സബ്സെ അധിക് പീഡായം സഹിനേവാലി മാധവി ഹെ. ഗാലവിനെ സഹായിക്കുവാൻ വേണ്ടി ഏറ്റവും അധികം പീഡകൾ, വേദനകൾ സഹിക്കേണ്ടി വന്നിരിക്കുന്നത് മാധവിക്കാണ്. इस प्रकार गालव ययाति विश्वामित्र सब अपने अपने यश की प्राप्ति के लिए लालायित हैं. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലവ് തൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയാണ്, തനിക്ക് ഗുരുവിന് നൽകേണ്ടതായ ഗുരുദക്ഷിണ ലഭിക്കുവാൻ വേണ്ടിയാണ് തൻ്റെ
സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ പ്രയത്നിച്ചത്. യയാതിക്ക് ദാനവീർ എന്ന് അറിയപ്പെടണം, അതുകൊണ്ട് ദാനം നൽകുന്നു. വിശ്വാമിത്രനാണെങ്കിൽ അതുപോലെ തന്നെ തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും തന്നെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. കേവൽ മാധവി ഇൻകി യശപ്രാപ്തി കാ മാധ്യം ബൻ ജാതി ഹെ. വെറും മാധവി മാത്രമാണ് ഇവരുടെ എല്ലാവരുടെയും യശപ്രാപ്തി എന്ന് പറഞ്ഞാൽ പ്രശസ്തി നേടുന്നതിനുള്ള ഒരു മാധ്യം, ഒരു മീഡിയം ആയിട്ട് മാറുകയാണ് മാധവി. അപ്പോൾ കഷ്ടതകൾ സഹിക്കുന്നത് മാധവിയാണ്, യശസ് കിട്ടുന്നത്, പ്രശസ്തി ലഭിക്കുന്നത് ഗാലവിനും യയാതിക്കും വിശ്വാമിത്രനുമാണ്. അന്തമേ മാധവി ചലി ജാതി ഹെ. അവസാനം മാധവി പിന്നെ അവിടെ നിന്നും പോവുകയാണ്. അപ്പം ഗാലവ് അവിടെ വിജയിയായിട്ട് ഉണ്ടായി. യയാതി തൻ്റെ ദാനവീര എന്നുള്ള ആ പേര് നിലനിർത്തി. വിശ്വാമിത്രനും തൻ്റെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. എല്ലാവരും തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിച്ച് കാണുന്നത്. ഇനി അപ്പോൾ ഇതാണ് കഥാവസ്തു എന്ന് പറഞ്ഞാൽ ഈ കഥയുടെ തന്നെ, ഈ നാടകത്തിൽ തന്നെ സാരാംശം തന്നെയാണ് കഥാവസ്തു. അപ്പോൾ ഇനി രണ്ടാമത്തെ തത്വമാണ് പാത്ര. ഇസ്മേം കൈ പാത്രയെ. ഈ നാടകത്തിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. പാത്ര എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളാണ്. കുച്ച് തോ രാജമഹൽ മേ രഹിനെ വാലെ രാജാ ഹെ തോ കുച്ച് ആശ്രമവാസി ഹെ. കുറച്ച് കഥാപാത്രങ്ങൾ രാജമഹലിൽ താമസിക്കുന്നതായ രാജാക്കന്മാരുമാണ്, കുറച്ച് പേര് ആശ്രമവാസികളാണ്. അപ്പോൾ ഇങ്ങനെ ആശ്രമവാസികളെയും രാജാക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. कुछ पात्रों को सीधे मंच पर हम देख नहीं सकते, केवल उनकी प्रतीति होती है. മറ്റു ചില കഥാപാത്രങ്ങളെ നമ്മൾ മഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേജ്, രംഗമഞ്ച് എന്നും പറയും. നേരെ സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല, അവരുടെ ഒരു പ്രതീതി, ഒരു തോന്നൽ, അവർ ഉണ്ട് എന്നൊരു തോന്നൽ മാത്രമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ മാധവിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, അവർ ഉണ്ട് എന്ന് ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നു. മൂന്നാമത്തെ തത്വമാണ് സംവാദ് എന്ന് പറഞ്ഞ അർത്ഥം ഡയലോഗ്. പാത്രോം കെ സംവാദ് ദ്വാര കഥ ആകെ ബഡ്തി ഹെ. കഥാപാത്രങ്ങളുടെ സംവാദിലൂടെ, ഡയലോഗിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. സംവാദ് പാത്രാനുകൂൽ ഹെ. ഈ നാടകത്തിലുള്ള ഡയലോഗ് കഥാപാത്രത്തിന് അനുസരിച്ചിട്ടുള്ളത് ആണ്. നാലാമത്തെ തത്വമാണ് ദേശകാൽ. भारत के आश्रम का वातावरण और राजमहल के ആഡംബരപൂർണ്ണ ജീവൻ അത്യന്ത പ്രഭാവശാലി ഹെ. ഈ നാടകത്തിൽ നമ്മൾ കാണുന്നത് ഭാരതത്തിലെ ആശ്രം കാ വാതാവരണം, ഒരു ആശ്രമത്തിൻ്റെ ചുറ്റുപാടുമാണ്. അപ്പോൾ കാട്, അവിടെയുള്ള നിശബ്ദത, അവിടെ ആശ്രമജീവിതം, പൂജ, കർമ്മങ്ങൾ, ഹോമങ്ങൾ, അപ്പം അങ്ങനെയുള്ള ആശ്രമത്തിൻ്റെ ഒരു ചുറ്റുപാടും, അതുപോലെ തന്നെ രാജമഹൽക്ക് ആഡംബരപൂർണ്ണ ജീവൻ, രാജകൊട്ടാരത്തിലുള്ള ആഡംബരപൂർണ്ണമായ ജീവിതവുമാണ് ഇതിൽ അത്യന്ത പ്രഭാവശാലിയായിട്ട് ഇഫക്റ്റീവായിട്ട് നമ്മൾ കാണുന്നത്. യജ്ഞ, ഹോമ, മന്ത്രോച്ചാരൻ, ശംഖധ്വനി, ജംഗൾ ആദി സെ ആശ്രം കാ സഹി ചിത്ര ഹം ദേഖ് സക്തേ ഹെ. യജ്ഞ, ഹോമ, മന്ത്രോച്ചാരൻ, ശംഖധ്വനി, ജംഗൾ എന്ന് പറഞ്ഞാൽ കാട്. അപ്പോൾ ഇതൊക്കെയാണ് ആശ്രമത്തിൻ്റെ യഥാർത്ഥ ചിത്രം, യഥാർത്ഥ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉസി പ്രകാർ രനിവാസ്, ദാസിയാം, ധായ്, സിംഹാസൻ, വേഷഭൂഷ ആദി സെ രാജമഹൽ കാ സജീവ ചിത്രം മിൽത്താ ഹെ. അതുപോലെ തന്നെ രനിവാസ്, അന്തപുരം, റാണിമാർക്ക് ഇരിക്കാനുള്ള അന്തപുരം, ദാസിമാർ, രാജാവിനെ റാണിനെ പരിചരിക്കുവാനുള്ള ദാസിമാരെ കാണാം, ധായ്മാമുണ്ട്, പിന്നെ സിംഹാസൻ, വേഷഭൂഷ, അവരുടെ വസ്ത്രാദികൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലൂടെ രാജകൊട്ടാരത്തിൻ്റെ ഒരു സജീവമായ, ജീവൻ തുളുമ്പുന്നതായ ഒരു ചിത്രമാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. 5 ഭാഷാശൈലി. ഇസ് നാടകയ്ക്ക് 3 അങ്ക് ഹോത്തെ ഹെ. ഈ നാടകത്തിൽ 3 ആക്ട് ആണ് ഉള്ളത്. അങ്ക് എന്ന് പറഞ്ഞ ആക്ട്. പഹലെ അങ്ക് കെ 3 ദൃശ്യ ഹോത്തെ ഹെ, ദൂസരേക്ക് 4 और തീസരേക്ക് 3. ഒന്നാമത്തെ ആക്റ്റിൽ 3 ദൃശ്യങ്ങളാണ് ഉള്ളത്. രണ്ടാമത്തെ അങ്കിൽ 4, മൂന്നാമത്തെ അങ്കിൽ 3 ദൃശ്യങ്ങളാണ് ഉള്ളത്. हर एक अंक के आरंभ में कथावाचक प्रसंग का छोटा विवरण देता है. हर एक എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിൻ്റെയും ആരംഭത്തിൽ കഥാവാചക് സന്ദർഭത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകുന്നു. ഇസ് നാടക की ഭാഷ അത്യന്ത സരൾ ഹെ. ഈ നാടകത്തിലെ ഭാഷ എന്ന് വെച്ചാൽ അത്യധികം സരളമായ ഭാഷയാണ്.
രാജോചിത് ഭാഷ കാ പ്രയോഗ കहीं കहीं മിൽത്താ ഹെ. രാജാക്കന്മാർക്ക് ഉചിതമായ രാജോചിത് ഭാഷയുടെ പ്രയോഗം അവിടങ്ങളിൽ കാണാം. സംസ്കൃത ശബ്ദവും കാ പ്രയോഗ ഇസ്മേ ഹുവാ ഹെ. ഇടയ്ക്കിടയ്ക്ക് സംസ്കൃത വാക്കുകൾ ഉപയോഗിച്ചതും കാണാൻ പറ്റും. ആറാമത്തെ തത്വമാണ് ഉദ്ദേശ്യം. പുരുഷോं की स्वार्थता की विजय के लिए अल्हड़ कन्या को कष्टों को झेलना पड़ता है. പുരുഷന്മാരുടെ സ്വാർത്ഥതയുടെ വിജയത്തിന് വേണ്ടി അവരുടെ സ്വാർത്ഥത വിജയിക്കണം. അതിനുവേണ്ടി നിരീഹ എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റ് നിഷ്കളങ്കയായ, അൽഹഡ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കയായ കന്യകമാർക്ക് കഷ്ടങ്ങളെ ഝേൽനാപ്പെടുത്തായി. ഝേൽന എന്ന് പറഞ്ഞാൽ സഹിക്കുക. അപ്പം നിഷ്കളങ്കയായ കന്യകമാർക്ക് വളരെയധികം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നു. पुरुषों के उत्कर्ष और महिमा के पीछे स्त्री के स्त्रीत्व को अर्पित करने वाली माधवी के जरिए स्त्रियों के जीवन को श्रेष्ठ सिद्ध करना नाटककार का उद्देश्य है. പുരുഷൻ്റെ ഉത്കർഷത്തിനും, ഉത്കർഷം എന്ന് പറഞ്ഞാൽ ഉയർച്ച, പുരുഷൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും മഹിമയ്ക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെയും പിന്നിൽ സ്ത്രീയുടെ സ്ത്രീത്വത്തെ പോലും അർപ്പിക്കുന്നതായ മാധവിയിലൂടെ സ്ത്രീകളുടെ ജീവിതത്തെ ശ്രേഷ്ഠമാണ് എന്ന് സ്ഥാപിക്കുകയാണ് നാടകകാരൻ്റെ ഉദ്ദേശ്യം. ഇസ് ഉദ്ദേശ്യ की पूर्ति में നാടകകാർ സഫൽ हुए हैं. ഈ ഉദ്ദേശ്യം പൂർത്തീകരിക്കുന്നതിൽ നാടകകാർ വിജയം കൈവരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നാടകത്തിൽ എസ്സേ ടൈപ്പ് ചോദ്യങ്ങളുണ്ടാകാം, അനോട്ടേഷൻ ഉണ്ടാകാം, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. 3 മാർക്കിൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. പിന്നെ ഈ രണ്ട് സെൻറ്റൻസിൽ ഉത്തരം എഴുതേണ്ട ചെറിയ ചോദ്യങ്ങളും ഉണ്ടാകാം.